റബ്ബറിന് പ്ലാറ്റ്ഫോം തെളിക്കുന്ന പരിപാടിയാണ്. റബ്ബർ വെട്ടിയിറങ്ങി അതിന് ശേഷം ഹിറ്റാച്ചിയും കൊണ്ട് പ്ലാറ്റ്ഫോം റബ്ബർ നടാനായിട്ട് ഹിറ്റാച്ചി കൊണ്ട് റബ്ബർ പ്ലാറ്റ്ഫോം തെളിച്ചുകൊണ്ടിരിക്കുകയാണ് കാസർഗോഡിലെ ഭൂമിയിൽ. ഹിറ്റാച്ചി റിവേഴ്സ് എടുക്കുന്നു. ടെക്നോളജി യൂസ് ചെയ്ത് കൃഷി ചെയ്യുന്ന രീതിയാണ്. പഴയ കാലത്ത് റബ്ബറിൻ്റെ പ്ലാറ്റ്ഫോം എടുത്തുകൊണ്ടിരുന്നത് മറ്റേ മനുഷ്യൻ തന്നെ തൂമ്പായം കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന പരിപാടി ചെറിയ ഹിറ്റാച്ചി കൊണ്ട് നമ്മൾ പ്ലാറ്റ്ഫോം എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഇവിടുത്തെ മണ്ണെന്ന് പറഞ്ഞാൽ പരിപൂർണ വളമുള്ള മണ്ണുകളാണ്. എന്തോ ഈ കുന്ന് മൊത്തം എടുക്കാനുള്ളതാണ്. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. ഇപ്പോൾ ഒന്ന് മൊത്തം ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് മൊത്തം ഈ കുന്ന് മൊത്തം ഏകദേശം 10 ഏക്കറോളം സ്ഥലം ഇങ്ങനെ എടുക്കും. ഉണ്ടോ റോഡ് പോലെ ഇങ്ങനെ കയറ്റി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ റോഡ് പോലെ അതൊക്കെ ഇല്ലാണെങ്കിലും സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തേക്കുന്ന ഒരു ഭൂമിയാണ്. നമ്മളെ സ്വന്തക്കാരൻ്റെയാണ്. ഉണ്ടോ കാടാണേലും തിരിച്ചു പോകുന്ന വകുപ്പുണ്ടോ. ബംഗാളി ടെക്നോളജിയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. മലയാളികളാരും ഈ അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് വരുന്നില്ല. കണ്ണൂർ കാസർഗോഡ് മേഖലയിൽ റബ്ബർ കൃഷി ചെയ്യുന്ന ടെക്നോളജിയാണ്. നമ്മുടെ നാട്ടിലാരും റബ്ബർ വെട്ടിയിട്ട് റബ്ബർ വെക്കാറില്ല. ഇവിടെ റബ്ബറോട് പറ്റുള്ളൂ. ഇവിടെ കമുക് വെച്ചിട്ടുണ്ട് കുറേ ഭാഗങ്ങൾ. ബാക്കിയുള്ള എക്സസ് സ്ഥലങ്ങളിൽ ഏകദേശം 50 ഏക്കറോളം സ്ഥലത്തിൽ 55 ഏക്കറോളം സ്ഥലത്തിൽ കമുക്, റബ്ബർ, തെങ്ങ് ഉള്ള മരങ്ങളാണ് വെക്കുന്നത്. ഉള്ളോ ഇനി ചെറിയ കുഴി എടുത്തങ്ങോട്ട് പോയാൽ മതിയില്ലേ? തൂമ്പായം കൊണ്ടോ കൂടത്തൈയല്ലേ വെക്കുന്നത്? നിങ്ങൾ ശരി, ഞങ്ങളെ പയ്യെ പൊക്കോട്ടെ. കാണാം. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം അറിയാം. ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി കേട്ടിട്ടുണ്ടോ? അവിടുത്തെ വരാം. മമ്മി ഇവിടുത്തെ ആൻറ്റിയുടെ ചേട്ടത്തിയുടെ മക്കളാണ്. ചങ്ങനാശ്ശേരിയില്ല. ഞങ്ങൾ നാട് കാണാനായിട്ട് വന്നതാണ്. ഇത് കാസർഗോഡൻ കമുകാണോ? ഇത് 10-60 വർഷം പഴക്കമുള്ളതായിരിക്കും അല്ലേ? എത്ര വർഷം കാണും? 47 വർഷം പഴക്കമുള്ള കമുകളാണ്. വന്ന സമയത്ത് വെച്ചോ? തൈ ഓ പക്ഷെ ഞങ്ങൾ 3 വർഷമായി മറ്റേ എന്നാ മംഗള ഇൻഡസ്ട്രി മംഗള കായ്ക്കാൻ തുടങ്ങി. അത് പെട്ടെന്ന് കായ്ക്കും. മംഗള ആണോ? ആണോ? ഓ അത് ചിലവ് കുറക്കാൻ തുടങ്ങിയത്. ഒപ്പമില്ല. കാസർഗോഡിനാ നല്ലതല്ലേ? കാസർഗോഡിനാ നല്ലത്.
മറ്റേതിന് പെട്ടെന്ന് അസുഖമൊക്കെ വരും. അതെ. നോക്കണം, വെള്ളം അടിക്കണം. ആ വെള്ളമുണ്ട്. വെള്ളമുള്ളടത്ത് കമുകാണ് നല്ലതല്ലേ. അതെ. ഇവിടെ എല്ലാം കിളച്ച് കയറാനുള്ള സ്ഥലമാണ്. 2-3 ദിവസത്തിനുള്ളിൽ ഇവൻ കിളച്ച് ബംഗാളി കിളച്ചെല്ലാം സംഗതി റബ്ബർ തോട്ടമാക്കി എടുക്കും. ഇവിടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഫോറസ്റ്റാണ്. ആന, പുലി അങ്ങനെയുള്ള കാട്ടുമൃഗങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. പെരുമ്പാമ്പും സ്ഥിരമായിട്ട് ഇവിടുത്തെ ഈ ഭൂമിയിൽ വന്ന് വിശ്രമിക്കാറുണ്ട്. പെരുമ്പാമ്പ്, മാൻ, കേഴാന്ന് പറയുന്ന ഒരു മൃഗം, അങ്ങനെയുള്ള മൃഗങ്ങളെല്ലാം ഇവിടെ വിശ്രമിക്കാറുണ്ട്. അഭിലാഷും ആങ്കിളും ഇവിടെ വന്നിട്ടുണ്ട്. ഫോറസ്റ്റ് അല്ല, JCB പണിയുന്നു. ഇവിടെ കപ്പിലാവ് നിൽപ്പുണ്ട്. JCB പണിയുന്നുണ്ട്. എന്താ ബംഗാളി പയ്യനാണ്. നമ്മുടെ നാട്ടിലാരും ഇങ്ങനെ പണി ചെയ്യാറില്ല. ഉണ്ടോ? ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൊത്തം റോഡ് മെക്കനൈസ്ഡായ കൃഷിയാണ് ഇവിടെ നടക്കുന്നത്. മെക്കനൈസേഷൻ JCB ഒരു ദിവസത്ത് പണിയുന്നു. JCB എന്ന് പറയുന്ന സാധനം JCB അല്ല, JCB ആയിരുന്നു. ഇത് കാട്ടുവാഴ, അതുകൊണ്ടോ കാട്ടുവാഴ. ഉണ്ടോ കമുകിൻ തോട്ടം. എന്താ യൂട്യൂബ് ഇല്ല, ഇത് മൊത്തം ലോകം മൊത്തം പോകണം. അങ്കിളിൻ്റെ കൃഷി ലോകം മൊത്തം പോകണം. എങ്ങനെ നടന്നു വന്നു? എങ്ങനെ ഇവിടെ നടന്നു വന്നെന്ന്?